ഇനി നമ്മൾ ഈ സെക്ഷനിൽ, അതായത് തേർഡ് മോഡ്യൂൾ ഫസ്റ്റ് സെക്ഷനിൽ ലാസ്റ്റ് തിയറത്തിലോട്ട് വരികയാണ്. കസോർട്ടി വേസ്ട്രാസ് തിയറം. കേട്ടോ. അപ്പോൾ എന്താ തിയറം സ്റ്റേറ്റ്മെന്റ്? എഫ് ഹാസ് എസെൻഷ്യൽ സിംഗുലാരിറ്റി അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു എ, ദെൻ ഫോർ എവറി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 എഫ് ഓഫ് ഇതെന്താ സാധനം? ഇമേജ് സെറ്റ് അല്ലേ, ഹാൻഡ്ലെസ് A0 ഡെൽറ്റ, അതായത് പഞ്ചേർഡ് പ്ലെയിൻ വിത്ത് സെന്റർ അറ്റ് എ ആൻഡ് റേഡിയസ് ഡെൽറ്റ. പഞ്ചേർഡ് പ്ലെയിൻ വിത്ത് സെന്റർ അറ്റ് എ ആൻഡ് റേഡിയസ് ഡെൽറ്റ. ഇവിടെ ഹോള്. ഇത് ആൻലാർ റീജിയൻ A0 ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എവിടുന്ന് എവിടേക്കാണ് നമ്മളുടെ മാപ്പിംഗ് എന്ന് പറയുന്നത്? സെഡ് പ്ലെയിനിൽ നിന്ന് W പ്ലെയിനിലോട്ട് അല്ലേ. ട്രാൻസ്ഫോർമേഷൻ ആരാ? W ഈക്വൽ ടു എഫ് ഓഫ് സെഡ്. അതാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻലാർ റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്തു, അതായത് പഞ്ചേർഡ് പ്ലെയിൻ ആണ്. പിന്നെന്താ, ഈ എഫിന് കറസ്പോണ്ടിങ് ഈ എഫ് ഈ ആൻലാർ റീജിയനെ W പ്ലെയിനിൽ ഏതെങ്കിലും അതിലോട്ട് മാപ്പ് ചെയ്യിക്കും. കിട്ടിയോ? അപ്പോൾ ഇതിൻ്റെ ഇമേജ് അണ്ടർ എഫ് ആണ് നമ്മൾ ഏത് പറയണത്? എഫ് ഓഫ് ആൻലാർ റീജിയൻ A0 ഡെൽറ്റ. ഇത് ഡെൽറ്റ ആണ് റേഡിയസ്. കിട്ടിയോ? അപ്പോൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ പ്രൂവ് ചെയ്യാനുള്ള എന്താ? അപ്പോൾ ഇമേജ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് C ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലോഷർ ഇവിടെ സിമ്പിൾ ശ്രദ്ധിക്കുക. അത് ഈ സെറ്റിന്റെ ക്ലോഷർ എന്ന് പറയുന്നത് C. എന്താണ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ? ക്ലോഷർ C ആണെന്ന് പ്രൂവ് ചെയ്യാൻ അതിലെ സീക്വൻസുകൾ കൺവേർജ് ചെയ്യുന്ന ഏത് ലിമിറ്റിലോട്ടാണോ കൺവേർജ് ചെയ്യുന്ന ആ പോയിന്റും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കിട്ടുന്ന സെറ്റാണ് അതിന്റെ ക്ലോഷർ എന്ന് പറയുന്നത്, അല്ലേ? സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ അതിൽ സീക്വൻസുകൾ കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് പോയിന്റും എവിടെ തന്നെ കിടക്കും? ആ സെറ്റിനകത്ത് തന്നെ കിടക്കും. അപ്പോൾ ഇവിടെ ഇതിന്റെ ക്ലോഷർ എന്ന് പറയുന്നത് ഹോൾ കോംപ്ലക്സ് പ്ലെയിൻ, ഫൈനൈറ്റ് കോംപ്ലക്സ് പ്ലെയിൻ ആണെന്ന് പറയുന്നത്. എപ്പോഴാണെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് ആണെങ്കിൽ പഞ്ചേർഡ് പ്ലെയിനിന്റെ ഇമേജ് സെറ്റിന്റെ ക്ലോഷർ എന്ന് പറയുന്നത് ഹോൾ കോംപ്ലക്സ് പ്ലെയിൻ എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. കിട്ടിയോ? അപ്പോൾ ഇത് നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. കോൺട്രഡിക്ഷൻ മെത്തേഡിൽ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്താ നിങ്ങൾക്ക് കിട്ടേണ്ടത്? ഇതിൽ ഏതൊരു C ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താ ആ ഒരു സീക്വൻസ് അല്ലെ സിയിലോട്ട് കൺവേർജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റണം. അപ്പം നമ്മൾ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ എലമെന്റ്സ് യൂസ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് ഇത് പ്രൂവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കോൺട്രഡിക്ഷൻ മെത്തേഡിൽ പ്രൂവ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോസ് there exists C belongs to C. Suppose there exists small letter c belongs to capital letter C such that there exists no sequence in this set such that sequence converges to C. Okay, അതാണ് പറയണത്. അപ്പം എന്താ പറയുന്നത്? അപ്പം ഐഡിയ ഇതാണ്. അപ്പോൾ ഒരു എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, കോംപ്ലക്സ് പ്ലെയിൻ ക്യാപിറ്റൽ ലെറ്റർ സിയിൽ ഒരു സ്മോൾ ലെറ്റർ C ഉണ്ടെന്ന് വിചാരിക്കുക. അതിലോട്ട് കൺവേർജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സീക്വൻസ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ എലമെന്റ്സ് യൂസ് ചെയ്തിട്ട് ആ സിയിലോട്ട് കൺവേർജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് നമുക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. കോൺട്രഡിക്ഷനിൽ എത്തണം കേട്ടോ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ക്ലോഷർ ഈക്വൽ ടു C എന്നാണ്, അല്ലേ? അപ്പോൾ ഇത് ഏതൊരു C എടുത്തു കഴിഞ്ഞാലും അതിലോട്ട് കൺവേർജ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു സീക്വൻസ് ഇതിലെ എലമെന്റ്സ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രഡിക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്ത് പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് സപ്പോസ് there exists C belongs to capital letter C such that there exists no sequence in this set such that sequence converges to small letter C. So what is the meaning of that idea? എന്താണ്? അങ്ങനെ ഒരു C ഉണ്ട് such that there exists no sequence in this set. There exists no sequence in this
sequence by whose terms are elements in this set such that that sequence converges to C. So what is the meaning of that? Since we are assuming that there exists a small letter c belongs to capital letter C such that there exists no sequence with terms in this set such that that sequence converges to small letter c, by the epsilon delta condition for the limit, we can say that there is a delta greater than 0, c belongs to C, and epsilon greater than 0 such that modulus of f of z minus c. സിയിലോട്ട് കൺവേർജ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് സി ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം, അല്ലേ? അപ്പോൾ സിയിലോട്ട് കൺവേർജ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് സി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ സെഡ് ബിലോങ്സ് ടു എവിടെ? ഫോർ ഓൾ സെഡ് ബിലോങ്സ് ടു ആനുലസ് A0 ഡെൽറ്റ. ഇതിൻ്റെ ഇമേജ് അല്ലേ നമ്മൾ നോക്കുന്നത്? ഇതിൻ്റെ ഇമേജ് സെറ്റ് കൺസിഡർ ചെയ്യുന്നു. അതിലെ എലമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ സിയിലോട്ട് ഇതിലൊരു സീക്വൻസ് കൺവേർജ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എപ്സിലോൺ ഡെൽറ്റ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് എ ലിമിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കിട്ടിയോ? അപ്പം എന്ത് പറയാം നമ്മൾക്ക്? അപ്പം ഇത് കിട്ടിയിട്ടുണ്ട്. ലെസ് ദാൻ എപ്സിലോൺ കിട്ടുന്നതിന് പകരം കൺവേർജ് ചെയ്യുന്നില്ല എന്നെടുത്തുകൊണ്ട് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ എന്ന് കിട്ടിയോ? നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ? ക്ലോഷർ ഈക്വൽ ടു സി എന്നാണ്. കോൺട്രഡിക്ഷനിൽ എത്തണേ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. നോക്കൂ, ഇനി നമ്മൾ ഈ ടേമിൻ്റെ ഒരു ടേം, ഇതിപ്പോൾ നമ്മൾക്ക് ഇതൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ടേം ഉണ്ടാക്കാം. മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് സി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ. കാരണം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് എത്തണമല്ലോ. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് സി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ. അതിൻ്റെ ലിമിറ്റ് എന്താ? ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ജസ്റ്റ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു എ എന്തെന്ന് പറയാം? ഇതെന്താ? ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ആണ്. സോ ന്യൂമറേറ്റർ കൂടുതലായാൽ എന്താ? ഇവിടെ ന്യൂമറേറ്റർ ആണ് എന്താണ് എപ്സിലോണിനെക്കാട്ടിലും കൂടുതലാവുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ എപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ ആരാ വലുത്? ഇത് തന്നെയല്ലേ വലുത്. അപ്പോൾ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു എ എപ്സിലോൺ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ. So what is the limit of this term? Is equal to infinity. You know that. Okay. This is not equal to 0. Epsilon not equal to 0. It is greater than 0. ഇത് ഡെൽറ്റയുടെ വാല്യൂ ആണ് കേട്ടോ. Epsilon greater than 0. Okay. So epsilon is strictly greater than 0. So this is equal to infinity by using the property of the limit. So what we can say that a limit of this function is equal to infinity means limit of modulus of this f of z minus c divided by z minus a is equal to infinity means what? Singular point of this f of z minus c. നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ലിമിറ്റ് സെറ്റ് ടെൻസ് ടു എ modulus of f of z is equal to infinity ആണെങ്കിൽ we can say that z is equal to a is a pole of f of z. So instead of f of z we have f of z minus c divided by z minus a. Okay, so this limit is equal to infinity means z is equal to a is a pole of f of z minus c divided by z minus a. Okay, this is by using the definition of pole. So this function has a pole I to z is equal to a. Suppose the order of that pole is equal to m. What is the order? Order of that pole is equal to m. Then what will happen? When will we can say that the f of z has a pole of order m? If f of z has a pole of order m, then z minus a whole raised to m into f of z has a removable singularity. Okay, this z minus saying this has a removable singularity means നമുക്ക് എഫ് ഓഫ് സെഡിന് റിമൂവബിൾ സിംഗുലാരിറ്റി ആയിട്ട് സെഡ് ഇസ് ഈക്വൽ ടു എ ഉണ്ടെന്ന് പറയണമെങ്കിൽ നമ്മൾ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് സെറ്റ് ടെൻസ് ടു എ സെഡ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്താ? 0 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് മൈനസ് സി ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ആണ്. അതിന് പോള് ഓഫ് ഓർഡർ എം അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു എ എക്സിസ്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് പറയാം? ബൈ ദി ഡെഫിനിഷൻ ഓഫ്
നമുക്ക് ആ ഫോർമൽ ഡെഫിനിഷൻസ് എല്ലാം കൂടെ യൂസ് ചെയ്തിട്ട് എം ഓർഡറിലുള്ളൊരു പോൾ ഇതിനുണ്ടെന്ന് പറഞ്ഞ് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു എയിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നമുക്കറിയാം. അതിൻ്റെ മീനിങ് എന്താ? സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം ഇൻറ്റു ഇവിടെ എഫ് ഓഫ് സെഡിന് പകരം ഏതാണ് ഫംഗ്ഷൻ? എഫ് ഓഫ് സെഡ് മൈനസ് സി, എഫ് ഓഫ് സെഡ് മൈനസ് സി ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ആണ്. കിട്ടിയോ? സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം f of z minus c divided by z minus a. It has this function has a removable singularity. This function has a removable singularity. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടേമിന് നോക്കൂ, ഇതിന് റിമൂവബിൾ സിംഗുലാരിറ്റി ഉണ്ടെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്താ അതിൻ്റെ മീനിങ് എന്താ? റിമൂവബിൾ സിംഗുലാരിറ്റി. ഇന്ന് റിമൂവബിൾ സിംഗുലാരിറ്റി അതാണ് പറഞ്ഞിട്ടുള്ളത്. പോളുടെ ഓർഡർ ഡിഫൈൻ ചെയ്തിട്ടുള്ള സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണത് അല്ലേ? അപ്പോൾ നോക്കൂ, ഇതിന് റിമൂവബിൾ സിംഗുലാരിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിന് റിമൂവബിൾ സിംഗുലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് സെറ്റ് ടെൻസ് ടു എ മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ ഹോൾ റേസ് ടു m plus 1 divided by modulus of f of z minus c. എന്താ പറയേണ്ടത്? ലിമിറ്റ് സെറ്റ് ടെൻസ് ടു എ മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ ഹോൾ റേസ് ടു m plus 1 ഇൻറ്റു മോഡുലസ് ഓഫ് f of z മൈനസ് c ഈക്വൽ ടു 0 അല്ലേ? അതായത് നമ്മൾ റിമൂവബിൾ സെഡ് ഇസ് ഈക്വൽ ടു എയിലെ എഫ് ഓഫ് സെഡിന് റിമൂവബിൾ സിംഗുലാരിറ്റി ഉണ്ടെന്ന് എപ്പോഴാണ് പറയുക? സെഡ് ഇസ് ഈക്വൽ ടു എയിലെ എഫ് ഓഫ് സെഡിന് റിമൂവബിൾ സിംഗുലാരിറ്റി നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ പോയിന്റ് എ ടു ബി എ റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ഓഫ് എഫ് ഓഫ് സെഡ് ലിമിറ്റ് സെറ്റ് ടെൻസ് ടു എ സെഡ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് സെഡ് ഓക്കെ ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ ഇവിടെ എന്തെന്ന് വന്നു? ലിമിറ്റ് സെറ്റ് ടെൻസ് ടു എ നിങ്ങളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് പോൾ ഓഫ് ഓർഡർ എം ഉണ്ട്. സോ സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം ഇൻറ്റു ദിസ് ഫംഗ്ഷൻ. അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അല്ല, എന്താ പറയുന്നത്? ലിമിറ്റ് എന്താ പറയുന്നത്? സെഡ് മൈനസ് എ ഇൻറ്റു സെഡ് മൈനസ് എ റേസ് ടു എം സെഡ് മൈനസ് എ റേസ് ടു എം ഇൻറ്റു എഫ് ഓഫ് സെഡ് മൈനസ് സി ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ. This function has a removable singular point. This function has a removable singular point means limit set tends to a. g of z ആയിട്ട് എടുക്കുക. ഇതിന് റിമൂവബിൾ സിംഗുലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ലിമിറ്റ് സെറ്റ് ടെൻസ് ടു എ സെഡ് മൈനസ് എ ഇൻറ്റു ജി ഓഫ് സെഡ് ഈക്വൽ ടു 0. ഓക്കെ ഓക്കെ അപ്പോൾ എന്താ വന്നു? ലിമിറ്റ് സെറ്റ് ടെൻസ് ടു എ. ഈ ജി ഓഫ് സെഡിൽ ഒരു സെഡ് മൈനസ് എ ഉണ്ട്, ഇവിടെ ഒരു സെഡ് മൈനസ് എ ഉണ്ട്. സെഡ് മൈനസ് എ റേസ് ടു എം പ്ലസ് 1 എഫ് ഓഫ് സെഡ് മൈനസ് സി ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ഇസ് ഈക്വൽ ടു 0 അല്ലേ? ലിമിറ്റിൻ്റെ പ്രോപ്പർ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എടുക്കുന്നു. ലിമിറ്റ് സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം പ്ലസ് 1 എഫ് ഓഫ് സെഡ് മൈനസ് സി ഇസ് ഈക്വൽ ടു ലിമിറ്റ് അല്ലേ? നമുക്ക് ലിമിറ്റ് എന്തെന്നാ വന്നത്? 0 കിട്ടി അല്ലേ? ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ലിമിറ്റ് സെറ്റ് ടെൻസ് ടു എ ലിമിറ്റ് സെറ്റ് മൈനസ് എ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് 0 ഇൻറ്റു അല്ലേ? അപ്പോൾ എന്തെന്ന് വന്നു? ലിമിറ്റ് മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം പ്ലസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഫങ്ഷൻസ് ചിലപ്പോൾ കമ്പൈൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് എടുക്കണം കേട്ടോ. ഇവിടെ എഫ് ഓഫ് സെഡിന് പകരം എഫ് ഓഫ് സെഡ് മൈനസ് സി ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എയുടെ പോളാണ് സെഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത്. അതിൻ്റെ ഓർഡർ എം ആണ്. ഓർഡർ എം ആണെങ്കിൽ എന്തെന്ന് പറയാം? സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം ഇൻറ്റു ഇവിടെ എഫ് ഓഫ് സെഡിന് പകരം എഫ് ഓഫ് സെഡ് മൈനസ് സി ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എ ഹാസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി. ഇനി റിമൂവബിൾ സിംഗുലാരിറ്റിയുടെ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് f of z if f of z has a removable singular point at z is equal to a, then limit z tends to a z minus a into f of z is equal to 0. So instead of f of z we have here what is
our f of z here, z minus a whole raised to m into f of z minus c divided by z minus a. It has a removable singularity, means you just apply the necessary and sufficient condition for a point to be a removable singular point. That is, limit z tends to a, z minus a into g of z equal to 0. Okay. From this, we obtain the relation limit z tends to a modulus of z minus a whole raised to m plus 1 into modulus of f of z minus c is equal to 0. But we need to show, we have to show that, we need a contradiction. Okay. So, in order to derive a contradiction, you just take this term, the modulus of z minus a whole raised to modulus of z minus a whole raised to modulus of f of z minus c. Okay. This is greater than or equal to modulus of z minus a whole raised to m plus 1 into modulus mod a plus b less than or equal to mod a plus mod b. അതുപോലെ mod a minus b greater than or equal to mod a minus mod b. അല്ലേ? കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുള്ളതല്ലേ ഇതെല്ലാം. mod a plus b less than or equal to mod a plus mod b, mod a minus b greater or equal to mod a minus mod b. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തെന്ന് മാത്രം, ഇതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു എയ്ക്കും ബിക്കും പകരം എന്താ വരുന്നത്? എയുടെ പകരം മോഡുലസ് ഓഫ് എയുടെ പകരം സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം പ്ലസ് 1 ഇൻറ്റു എഫ് ഓഫ് സെഡ്, ബിയുടെ പകരം സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം പ്ലസ് 1 ഇൻറ്റു സി. കണ്ടോ? ഇത് അപ്ലൈ ചെയ്തു. ഇനി എന്താ വരുന്നത്? ജസ്റ്റ് ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു. മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം പ്ലസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ്. ഇത് മാത്രം ഇവിടെ നിർത്തി അല്ലേ? അത് ലെസ് ദൻ ഓർ ഈക്വൽ ടു ആരാ? ഈ ടേം മാത്രം ഇവിടെ നിർത്തുക. ഈ ടേം അത് ലെസ് ദൻ ഓർ ഈക്വൽ ടു ആരാ? ഇതിങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ മോഡുലസ് ഓഫ് സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം പ്ലസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് സി, ഇതിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആവും അല്ലേ? അപ്പോൾ എന്ത് തോന്നുന്നു? ലിമിറ്റ് സെഡ് ടെൻസ് ടു എ മോഡുലസ് ഓഫ് ലെസ് ദൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്തു. കിട്ടിയോ? ലിമിറ്റ് എന്തെന്നാ വന്ന 0 കിട്ടി. അപ്പോൾ 0 കിട്ടി. അപ്പോൾ എന്തു പറയാം? നമുക്ക് എന്തു പറയാം? ലിമിറ്റ് 0 കിട്ടിക്കഴിഞ്ഞാൽ എന്തെന്നാ പറയുക? അപ്പോൾ ഇവിടെ എന്തെന്നാ വരുന്ന? ലിമിറ്റ് സെഡ് ടെൻസ് ടു എ സെഡ് മൈനസ് എ ഇൻറ്റു സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം ഇൻറ്റു എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 0. സോ എഗെയിൻ റിമൂവബിൾ സിംഗുലാരിറ്റിയുടെ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം ഹാസ് എ റിമൂവബിൾ സിംഗുലാർ പോയിന്റ് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു എ. കിട്ടിയോ? റിമൂവബിൾ സിംഗുലാരിറ്റി അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു എ. അപ്പോൾ ഇതിനൊരു റിമൂവബിൾ സിംഗുലാർ പോയിന്റ് സെഡ് ഇസ് ഈക്വൽ ടു എയിൽ ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഹാസ് എ പോൾ ഓഫ് ഓർഡർ എം. എഫിന് പോൾ ഓഫ് ഓർഡർ എം ഉണ്ട്. അതായത് എഫിന് പോള് ഒരു സിംഗുലാർ പോയിന്റ് ആയിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്തെന്നാ പറയുന്നത്? എഫിന് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആയിട്ട് സെഡ് ഇസ് ഈക്വൽ ടു എ ആണ് പറയുന്നത്. പോൾ എന്ന് പറയുന്നത് നോൺ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. പോൾ എന്ന് പറയുന്നത് നോൺ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ്. അപ്പൊ എസെൻഷ്യൽ സിംഗുലാരിറ്റി ഉണ്ടെങ്കിൽ പോൾ ഉണ്ടാവില്ല. പോൾ ഉണ്ടെങ്കിൽ എസെൻഷ്യൽ സിംഗുലാരിറ്റി ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആയിട്ട് സെഡ് ഇസ് ഈക്വൽ ടു എ എന്ന് എടുത്തു. അവിടെ തന്നെ നിങ്ങൾക്ക് എന്തെണ്ണം കിട്ടുന്നുണ്ട്? പോളും ഉണ്ടെന്ന് കിട്ടുന്നുണ്ട്. അത് പോസിബിൾ അല്ല. സോ ഇറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ. സോ അവർ സപ്പോസിഷൻ ഇസ് റോങ്. നമ്മുടെ സപ്പോസിഷൻ എന്തായിരുന്നു? നമുക്കൊരു കോംപ്ലക്സ് നമ്പർ സി ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ സി ഉണ്ട് സച്ച് ദാറ്റ് ദർ എക്സിസ്റ്റ് നോ സീക്വൻസ് ഇൻ ഇമേജ് ഓഫ് annular region A0R such that that sequence converges to C. അങ്ങനെ ഒരു സി ഉണ്ടെന്ന് എടുത്തു. പക്ഷെ അങ്ങനെ എടുത്തിട്ടുള്ള സമയത്ത് നമ്മൾക്കൊരു കോൺട്രഡിക്ഷനാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെ ഒരു സി ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ സിയിൽ ഏതൊരു സി എടുത്താലും നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? എഫ് ഓഫ് ആനുലാർ റീജിയൻ A0 ഡെൽറ്റയിലെ ഒരു സീക്വൻസ് കണ്ടെത്താൻ പറ്റും സച്ച് ദാറ്റ് സീക്വൻസ് കൺവേർജസ് ടു സി. അതിന്റെ മീനിങ് എന്താ? ദി ക്ലോഷർ ഓഫ് ദിസ് സെറ്റ്, ഇമേജ് സെറ്റ് ഓഫ് annular region A0 delta is equal to C. So if f of z has a
has an essential singularity at z is equal to a, then f of annular punctured plane. The closure of image of the punctured plane is equal to C. Okay.